ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് എടുക്കാനുള്ളത് ബേസിക് സയൻസ് ക്ലാസ് 8-ലെ ചാപ്റ്റർ 9-ലെ രണ്ടാം പാർട്ടാണ്. അപ്പോൾ അതിൽ രണ്ട് വ്യത്യാസങ്ങളാണ് കാണിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും സാധാരണ മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൻ്റെ ഒരു ചിത്രമാണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റിന് പറയുന്നത് 1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയുള്ള കാര്യങ്ങൾ കാണാൻ സഹായിക്കുന്നത് നമ്മുടെ സാധാരണ മൈക്രോസ്കോപ്പാണ്. ഓക്കെ, 1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും. അതായത് മൈറ്റോകോൺട്രിയ, ചുവന്ന രക്താണു, ജന്തുകോശം, പാരമീസിയം, അണ്ഡം, സസ്യകോശം, ഈസ്റ്റ്, ബാക്ടീരിയം തുടങ്ങിയവയൊക്കെ. അതേസമയം നമുക്ക് ഒരു നാനോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെ 1 നാനോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതായത് വൈറസ്, പ്രോട്ടീൻ, DNA തുടങ്ങിയവയൊക്കെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ കാണാൻ കഴിയും. ഓക്കെ, അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഇതൊന്നും വേണ്ട, ഇതൊക്കെ ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന പ്രാക്ടിക്കലിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും നമുക്ക് വേണ്ട. ഇനി നമുക്ക് സെല്ല് ആണ് നോക്കാനുള്ളത്. അത് നമുക്ക് തന്നിരിക്കുന്നത് പ്ലാന്റ് സെല്ലാണ്. സസ്യകോശത്തിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സസ്യകോശമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റിന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് കാണുന്നത് ഫേനമാണ്. ഈ കാണുന്നത് എന്താണ്? ഫേനമാണ് കാണുന്നത്. ഇനി ഈ കാണുന്നതാണ് ഗോൾഗി അപ്പാരറ്റസ്. എന്താണ്? ഗോൾഗി അപ്പാരറ്റസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തത് കാണുന്നത് ഹരിതകണമാണ്. ഓക്കെ, ഈ കാണുന്നത് ഹരിതകണമാണ്. ഇനി ഈ കാണുന്നത് എന്താണ്? ഈ കാണുന്നതൊക്കെ എന്താണ്? കോശഭിത്തിയാണ്. ഓക്കെ, കോശഭിത്തിയാണ്. ഇനി നമുക്ക് കാണുന്നത് ഇതാണ് എന്ത്? മൈറ്റോകോൺട്രിയ. ഓക്കെ, ഈ കാണുന്നതാണ് ജീവദ്രവ്യം, പ്രോട്ടോപ്ലാസം. ഓക്കെ, ഇനി കാണുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. അതായത് അന്തർദ്രവ്യ ജാലിക. ഓക്കെ, അന്തർദ്രവ്യ ജാലികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ന്യൂക്ലിയസ് ആണ് ഈ കാണുന്ന സെൻറ്ററിലായി കാണുന്ന ന്യൂക്ലിയസ് ആണ്. ഇനി കാണുന്നത് സെൽ മെംബ്രെയിൻ ആണ്, കോശസ്തരം. ഓക്കെ, കോശസ്തരം. ഈ പിക്ചറിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് കോശസ്തരം എന്ന് പറയുന്നത്. ഓക്കെ, കോശഭിത്തി ഒന്ന് പൊളിച്ച് നീക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെക്കുക. അതാണ് കോശസ്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഫേനം, ഗോൾഗി അപ്പാരറ്റസ്, ഹരിതകണം, കോശഭിത്തി, മൈറ്റോകോൺട്രിയ, ജീവദ്രവ്യം, അതുപോലെ ന്യൂക്ലിയസ്, അന്തർദ്രവ്യ ജാലിക, കോശസ്തരം എന്നിവയൊക്കെ നമുക്ക് സസ്യകോശത്തിൽ കാണാൻ കഴിയും. ഇനി അതിൽ കോശഭിത്തിയാണ്. കോശഭിത്തി എന്ന് പറയുന്നത് കാഠിന്യമുള്ള പാളിയാണ്. ഓക്കെ, പുറത്തുള്ള കോശത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് എന്ത് പറയുന്നത്? കോശഭിത്തി എന്ന് പറയുന്നത്. ആ ചിത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കോശഭിത്തി ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയുമാണ് നൽകുന്നത്. ഈ കോശഭിത്തി കൊണ്ടുള്ള ഉപയോഗം എന്താണ്? അത് ആ കോശത്തിന് സംരക്ഷണവും നൽകുന്നുണ്ട്, അതുപോലെ അതിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നതും നമ്മുടെ കോശഭിത്തിയാണ്. അപ്പോൾ കോശഭിത്തി പ്രധാനമായിട്ടും സെല്ലുലോസ് എന്ന് പറഞ്ഞിട്ടുള്ള പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? സെല്ലുലോസ് ആണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. അപ്പോൾ കോശഭിത്തി എന്തിനാണ് സഹായിക്കുന്നത്? അത് കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമായ പാളിയാണ്. അത് കോശഭിത്തിക്ക് സംരക്ഷണവും ആകൃതിയുമാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കോശഭിത്തി സംരക്ഷണവും ആകൃതിയുമാണ് കോശത്തിന് നൽകുന്നത്. അതുപോലെ തന്നെ സസ്യകോശങ്ങളിലെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറഞ്ഞ പദാർത്ഥം കൊണ്ടാണ്. അടുത്തത് കോശസ്തരം അഥവാ പ്ലാസ്മ സ്തരം, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കോശസ്തരം എന്ന് നോക്കുക കഴിഞ്ഞാൽ, കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതും പാളിയാണ് കോശസ്തരം. ഈ കോശസ്തരം പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്. എങ്ങനെയാണ്? പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും അതുപോലെ തന്നെ കോശത്തിനുള്ളിൽ നിന്ന് പുറത്തേക്കും കടക്കുന്നത് നമ്മുടെ കോശസ്തരം വഴിയാണ്. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളെയും നമ്മുടെ ഈ കോശസ്തരം അഥവാ പ്ലാസ്മ സ്തരം കടത്തിവിടുന്നില്ല. ഓക്കെ, എല്ലാ പദാർത്ഥങ്ങളെയും അങ്ങനെ കോശത്തിനുള്ളിലേക്ക് കടത്തിവിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് അറിയപ്പെടുന്നത് വർണ്ണധാര്യ സ്തരം അഥവാ സെമി
പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ്. ഓക്കെ, വർണ്ണധാരി സ്തരം അഥവാ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതിൽ തന്നെ ഉണ്ട് പകുതി മാത്രം. എങ്ങനെയാണ്? പകുതി മാത്രമാണ് കടത്തിവിടുന്നത്, മുഴുവനായിട്ട് കടത്തിവിടുന്നില്ല. എല്ലാ വസ്തുക്കളെയും മുഴുവനായിട്ടൊന്നും കടത്തിവിടുന്നില്ല, ചിലവയെ മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് കടത്തിവിടുന്നുള്ളൂ. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മസ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ പ്ലാസ്മസ്തരം വരണധാരി സ്തരം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു പിക്ചർ തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് കോശസ്തരത്തിന്റെ ഘടന എന്നുള്ളതാണ്. കോശസ്തരത്തിൽ പ്രോട്ടീൻ തന്മാത്രകൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ലിപ്പിഡ് ഇരട്ടപ്പാളി. ഓക്കെ, കോശസ്തരത്തിൽ കാണപ്പെടുന്ന ഒരു ഇരട്ടപ്പാളിയാണ് ഏത് പറയുന്നത്? ലിപ്പിഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി ജീവദ്രവ്യമാണുള്ളത്. ജീവദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടോപ്ലാസം, മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതിനെയാണ് നമ്മൾ ജീവദ്രവ്യം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ തന്നെയുണ്ട് ജീവദ്രവ്യം. അവിടെ ജീവന്റെ ഒരു പ്രസൻസ് കാണാൻ കഴിയും. അതായത് നമ്മുടെ മർമ്മം, ന്യൂക്ലിയസും കോശദ്രവ്യങ്ങളും ഉൾപ്പെടുന്ന ഭാഗമാണ് എന്ത് പറയുന്നത്? ജീവദ്രവ്യം എന്ന് പറയുന്നത്. അവിടെ മർമ്മം ഉണ്ട് എന്നുള്ളത് ആലോചിക്കുക. അതായത് നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കോശദ്രവ്യം. ഇനി എന്താ കോശദ്രവ്യം നോക്കിക്കഴിഞ്ഞാൽ, കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ജെല്ലി പോലുള്ള ദ്രാവകം മാത്രമാണ് നമ്മുടെ കോശദ്രവ്യം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ജെല്ലി പോലുള്ള ഒരു ദ്രാവകമാണ്. അതുപോലെ ഇത് എന്തിനാ സഹായിക്കുന്നത്? ഈ ജെല്ലി പോലുള്ള സ്ഥലത്ത് എന്തായിരിക്കും? ഈ കോശാംഗങ്ങളൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന പോലെ, അതായത് കോശാംഗങ്ങളെല്ലാം യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കോശദ്രവ്യം എന്ന് പറയുന്നത് ജെല്ല് പോലുള്ളൊരു ദ്രാവകമാണ്. അത് കോശാംഗങ്ങളെ യഥാസ്ഥാനത്ത് നിലനിർത്തുകയും അതുപോലെ ചില രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായിട്ട് നിലനിന്ന് പോവുകയും ചെയ്യുന്ന ആളാണ് ആര് പറയണത്? കോശദ്രവ്യം. അപ്പൊ ജീവദ്രവ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ ജീവന്റെ ഒരു പ്രസൻസ് ഉണ്ട്. അതായത് ന്യൂക്ലിയസും കോശദ്രവ്യവും ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവദ്രവ്യം എന്ന് പറയുന്നത്. അതേസമയം കോശത്തിൽ നിറഞ്ഞിരിക്കുന്നത് വെറും ജെല്ലി പോലുള്ള ഒരു ദ്രാവകമാണ് കോശദ്രവ്യം. അത് കോശാംഗങ്ങളെ യഥാസ്ഥാനത്ത് നിലനിർത്തുകയും അതുപോലെ തന്നെ രാസപ്രവർത്തനത്തിന് മാധ്യമമായി വർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ കോശാംഗങ്ങളാണ്, സെൽ ഓർഗനൽസ് ആണ്. അതിന് നമ്മൾ പറയുന്നത് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളെ നമ്മൾ കോശാംഗങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? കോശത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെവിടെ കാണപ്പെടുന്നു? കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഇവ എന്തിനു സഹായിക്കുന്നു? കോശത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനാണ് സഹായിക്കുന്നത്. ഓക്കെ, ആ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോശാംഗങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് മർമ്മമാണ്. മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. ഓക്കെ, കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് ഏത്? മർമ്മം. മർമ്മത്തിനുള്ളിൽ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക. ഏതാണത്? ക്രോമാറ്റിൻ ജാലിക. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായി മാറുന്നു. മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്നുള്ള ഭാഗമുണ്ട്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ന്യൂക്ലിയസിന് ഉള്ളിൽ എന്തുണ്ട്? മർമ്മകമുണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്? ഒരു വല നെയ്ത പോലെ എന്ത് കിടക്കുന്നുണ്ട്? ക്രോമാറ്റിൻ ജാലിക ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ക്രോമാറ്റിൻ ജാലിക പിന്നീട് എന്തായിട്ട് മാറുന്നു എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി. ഇത് വിഭജനത്തിന്റെ ഭാഗമായിട്ട് ക്രോമസോമുകളായി മാറുന്നു. ഓക്കെ, ക്രോമസോമായിട്ട് മാറുന്നു. ഓക്കെ, ക്രോമസോമായിട്ട് മാറുന്നു. അപ്പോൾ മർമ്മം എന്ന് പറയുന്നത് എന്താണ്? കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? മർമ്മമാണ്. മർമ്മത്തിനുള്ളിൽ ദ്രാവകത്തിലെ വലക്കണ്ണികൾ പോലെ കാണുന്നത് എന്താണ്? ക്രോമാറ്റിൻ ജാലികയാണ്. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായിട്ട് മാറുന്നുണ്ട്. മർമ്മത്തിനുള്ളിലാണ് മർമ്മകം സ്ഥിതി ചെയ്യുന്നത്. മർമ്മത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? മർമ്മകമാണ്. ഇനി ഗോൾഗി വസ്തുക്കൾ അഥവാ ഗോൾഗി അപ്പാരറ്റസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു കോശത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി വസ്തുക്കൾ. ഓക്കെ, അപ്പൊ ഗോൾഗി വസ്തുക്കൾ അഥവാ ഗോൾഗി അപ്പാരറ്റസ് എന്താണെന്നാ പറയുന്നത്? കോശത്തിൽ എങ്ങനെയാണ്? കണ്ടില്ലേ, അടുക്കി വെച്ചിരിക്കുന്ന പോലെ. ഓക്കെ, ഇങ്ങനെയൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി പ്രോട്ടീനുകളും ലിപ്പിഡുകളും സഞ്ചികൾ
സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ്. അപ്പൊ ഗോൾഗി വസ്തുക്കളുടെ യഥാർത്ഥ പരിപാടി എന്താണ്? അവ എന്ത് ചെയ്യുന്നു? പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും, പ്രോട്ടീനെയും ലിപ്പിഡിനെയൊക്കെ പാടെ കൂടിയിട്ട് ഒരു എന്താണ് സ്തരസഞ്ചിയിൽ പൊതിഞ്ഞിട്ട് കോശത്തിന് ഉള്ളിലേക്കും പിന്നെ അതേപോലെ പുറത്തേക്കും കോശത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഗോൾഗി വസ്തുക്കളുടെ ധർമ്മം. അപ്പോൾ ഗോൾഗി വസ്തുക്കൾ എന്താ ചെയ്യുന്നത്? പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും ഒക്കെ സ്തരസഞ്ചികളിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? കോശത്തിന് അകത്തേക്കും കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ കോശത്തിന് പുറത്തേക്കും എത്തിക്കുന്നു. ഈ ധർമ്മം വഹിക്കുന്നത് നമ്മുടെ ഗോൾഗി വസ്തുക്കളാണ്. അടുത്തത് അന്തർദ്രവ്യ ജാലികയാണ്. എന്താണ് അന്തർദ്രവ്യ ജാലിക? കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതയാണ്. പദാർത്ഥ സംവഹന പാതകളാണ് എന്തെന്ന് പറയണത്? അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത്. അതെങ്ങനെ കാണുന്നത്? കുഴലുകളുടെ ശൃംഖലകളായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ടില്ലേ? കുഴലുകളുടെ ശൃംഖല പോലെ കാണപ്പെടുന്നതാണ് അന്തർദ്രവ്യ ജാലിക. ഇത് എന്തിനാണ് സഹായിക്കുന്നത്? പദാർത്ഥ സംവഹന പാതകളാണിവ. കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമാണ് സഹായിക്കുന്നത്. എന്തിനാണ്? പദാർത്ഥ സംവഹന പാതയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? കോശത്തിന് ആവശ്യമായ വസ്തുക്കളെ നിർമ്മിക്കുകയും അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ് അന്തർദ്രവ്യ ജാലിക. അടുത്തത് മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് കോശത്തിലെ ഊർജോൽപാദന കേന്ദ്രമാണ്. ഇമ്പോർട്ടന്റ് ആണ്. കോശത്തിലെ ഊർജോൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ. ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയാണ്. അപ്പോൾ കോശത്തിനകത്തെ ഊർജോൽപാദന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏത് കോശാംഗമാണ്? മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിൽ ഓക്സീകരണ ഫലമായിട്ടുണ്ടാവുന്ന ഊർജത്തെ എന്ത് ചെയ്യുന്നു? സംഭരിച്ചു വെച്ചിട്ട് ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നു. ഇനിയുള്ളത് ഫേനമാണ്. എന്താണ് ഫേനം നോക്കാം. ഫേനം എന്ന് പറയുന്നത് ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു. സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നത് സസ്യകോശങ്ങളിൽ ഏത് കോശാംഗമാണ്? ഫേനമാണ്. ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നത് ഫേനമാണ്. അതുപോലെ തന്നെ വലിയ ഫേനമാണ് നമുക്കൊരു സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നത്. റൈബോസോം എന്ന് പറയുന്നത് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ കാണപ്പെടുന്നതാണ് റൈബോസോം എന്ന് പറയുന്നത്. കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ട് കാണാം, അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നിട്ട് കാണപ്പെടുന്നതാണ് നമ്മുടെ റൈബോസോം. അപ്പൊ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ആരാണ്? റൈബോസോമാണ്. ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോശാംഗമാണ് റൈബോസോം. ഇനി അടുത്തത് ജൈവകണമാണ്. എന്താണ് ജൈവകണം? ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗമാണ് ജൈവകണങ്ങൾ എന്ന് പറയുന്നത്. എന്തിനാണ്? ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗമാണ് ജൈവകണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ തരം ജൈവകണങ്ങൾ നമ്മുടെ സസ്യകോശത്തിൽ കാണപ്പെടുന്നു. ഫസ്റ്റ് വൺ ഹരിതകണങ്ങളാണ്. ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങൾ. അപ്പോൾ ഇലകൾക്കും തണ്ടുകൾക്കും പച്ച നിറം നൽകുന്ന ജൈവകണം ഏതാണ്? ഹരിതകണമാണ്. അപ്പോൾ ഇവയിൽ ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇലകൾക്കും തണ്ടുകൾക്കും പച്ച നിറം നൽകുന്ന ഹരിതകണത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്താണ്? ഹരിതകമാണ്. ഇത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. സസ്യത്തിന് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്നു. അതായത് പ്രകാശ സംശ്ലേഷണം സഹായിക്കുന്നത് ഹരിതകണമാണ്. ഇനി വർണ്ണകണങ്ങളാണ്. വർണ്ണകണങ്ങൾ അതിൽ തന്നെയുണ്ട്. പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവകണങ്ങളാണ് വർണ്ണകണങ്ങൾ എന്ന് പറയുന്നത്. അല്ലെ, വർണ്ണത്തിൽ നമ്മൾ പഴങ്ങളിലും പൂക്കളിലാണ് വർണ്ണ കളർ നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങളുണ്ട്. ചുവപ്പ് നിറവും ഓറഞ്ച് നിറവും മഞ്ഞ നിറവും ഒക്കെ പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നൽകുന്നത് ആരാണ്? വർണ്ണകണങ്ങളാണ്. ഈ നിറങ്ങൾ പരാഗണത്തിന് വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു. അപ്പോൾ ഒരു സസ്യത്തിന്റെ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർണ്ണകണങ്ങൾ മെയിനായിട്ട് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നുള്ള രീതിയിൽ നമ്മുടെ സസ്യങ്ങളിൽ കാണപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ
സസ്യത്തിന്റെ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിറങ്ങൾ നൽകുന്നത്. ഓക്കെ, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ വർണ്ണകണങ്ങൾ. ഓക്കെ, അടുത്തത് ശ്വേതകണങ്ങളാണ്. ശ്വേതകണങ്ങൾ വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ, ഒന്നെങ്കിൽ വെളുത്തിട്ട് അല്ലെങ്കിൽ നിറമില്ലാത്ത രീതിയിലോ കാണപ്പെടുന്ന ജൈവകണങ്ങളാണ്. ഇവ എന്താ ചെയ്യുന്നത്? അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ് എന്നുള്ളതാണ്. അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയ സംഭരിക്കുന്ന ശ്വേതകണങ്ങൾ. അപ്പൊ ഹരിതകണം എന്ന് പറയുന്നതിൽ ഹരിതകം എന്ന വർണ്ണകടങ്ങണു ഇലകൾക്കും തണ്ടുകൾക്കും പച്ചനിറം നൽകുന്നു. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിന്റെ ആഗിരണം അതായത് പ്രകാശ സംശ്ലേഷണം സഹായിക്കുന്നു. വർണ്ണകണങ്ങൾ പഴങ്ങൾക്കും പൂക്കൾക്കും ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്നു. അതുപോലെ ഈ നിറങ്ങളാണ് പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ സസ്യങ്ങളിലോട്ട് ആകർഷിക്കുന്നത്. ഓക്കെ, അടുത്തത് ശ്വേതകണങ്ങളാണ്. വിത്തുകൾ, വേരുകൾ, തണ്ടുകളിൽ നിറമില്ലാത്തതോ വെളുത്തതോ ആയിട്ട് കാണപ്പെടുന്നതാണ് ജൈവകണങ്ങളാണിവ. അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയ സംഭരിക്കുന്നത് ഈ ശ്വേതകണങ്ങളിലാണ്. നെക്സ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്നുണ്ട് കട്ടിയില്ലാത്ത കോശഭിത്തിയുള്ള കോശങ്ങൾ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. മൂലകൾ മാത്രം കട്ടിയുള്ള കോശഭിത്തിയുള്ള കോശങ്ങൾ, എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ള കോശഭിത്തിയുള്ള കോശങ്ങൾ. അപ്പോൾ കട്ടിയില്ലാത്ത കോശഭിത്തിയുള്ള കോശങ്ങൾ പാരൻകൈമ എന്ന് മനസ്സിലാക്കാം. പാരൻകൈമ. ഓക്കെ, മൂലകൾ മാത്രം കട്ടിയുള്ളതാണ് കോളൻകൈമ. ഇനി എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ള കോശങ്ങളുള്ളവയാണ് എന്ത് പറയുന്നത്? സ്ക്ലീറൻകൈമ. ഓക്കെ, ഇനി സമാനമായ കോശങ്ങളുടെ സമൂഹത്തെ നമ്മൾ കോശജാലം അഥവാ കലകൾ എന്ന് പറയുന്നു. ഇപ്പൊ ഈ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നിവയൊക്കെ എന്താണ്? കലകളാണ്. ഓക്കെ, അപ്പൊ സമാനമായ കോശങ്ങളുടെ സമൂഹത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്നതാണ് കോശജാലം അഥവാ കലകൾ എന്ന് പറയുന്നത്. അപ്പൊ പാരൻകൈമയും കോളൻകൈമയും സ്ക്ലീറൻകൈമയും ഒക്കെ എന്താണ്? കലകളാണ്. ഇനി പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ തന്നിട്ടുണ്ട്. അപ്പൊ പാരൻകൈമ എന്ന് പറയുന്നത് ജീവനുള്ള കോശങ്ങൾ അടങ്ങിയവയാണ് എന്ത് പറയുന്നത്? പാരൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ് പാരൻകൈമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കനം കുറഞ്ഞ കോശഭിത്തിയാണ് ഇതിൽ കാണപ്പെടുന്നത്. എങ്ങനെയാണ് കാണപ്പെടുന്നത്? കനം കുറഞ്ഞ കോശഭിത്തിയാണ് കാണപ്പെടുന്നത്. കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. ഓക്കെ, കോശാന്തര സ്ഥലങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു പാര പണിയുന്നവർ എന്നെടുക്കാം പാരൻകൈമേനെ. മനുഷ്യരിലാണെങ്കിൽ പാര പണിയുന്നതിനും മനക്കട്ടി വേണം. എന്നാൽ സസ്യങ്ങൾക്ക് കനം കുറഞ്ഞ കോശഭിത്തി മതി. ഓക്കെ, കനം കുറഞ്ഞ കോശഭിത്തി മതി. അതുപോലെ തന്നെ പാര പണിയണ സമയത്ത് എന്ത് വേണം? ഒരു സ്ഥലം വേണം. അപ്പോൾ കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നത് പാരൻകൈമയിലാണ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണം, അതെ, എങ്ങനെ പാര പണിതാലും അവനവൻ്റെ കാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ പാര പണിതുകൊണ്ട് ഒരാളെ വിഭജിക്കാൻ കഴിയും. ഓക്കെ, കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ഒരു രീതിയിലും മനസ്സിലാക്കാം. പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞതാണ്. അടുത്തത് കോളൻകൈമയാണ്. കോളൻകൈമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഷർട്ടിനെ ആലോചിക്കുക. ഓക്കെ, ഒരു ഹാഫ് കൈ ഷർട്ടാണ് നമ്മുടെ മുന്നിലോട്ട് വരേണ്ടത്. കോളൻകൈമയ്ക്ക് കോളറ. ഓക്കെ, ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ് കോളൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ് കോളൻകൈമ. കോളൻകൈമയും പാരൻകൈമയും ഒക്കെ ജീവനുള്ളതാണെന്നുള്ളത് ആലോചിക്കുക. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയതാണ്. അടുത്തത് ഈ ഷർട്ട് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോളൻകൈമയിൽ അടങ്ങിയിരിക്കുന്നത്, അതിന്റെ കോശഭിത്തിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ്. ഏതാണ്? സെല്ലുലോസ് അല്ലെങ്കിൽ പെക്റ്റിൻ തുടങ്ങിയ, സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് കോളൻകൈമ എന്ന് ആലോചിക്കുക. കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി, അല്ലേ, ഷർട്ടിന്റെ ഈ കോളറിന് മാത്രം നല്ല ഹാഫ് കൈ ഷർട്ടിന് കോളറിന് മാത്രം നല്ല കട്ടിയുണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ കോശഭിത്തിയുടെ ചില ഭാഗത്ത് മാത്രം കട്ടി കൂടിയതായിരിക്കും. ഇനി സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നതല്ല ഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ വിചാരിക്കുക. ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് കോളൻകൈമ. അടുത്തത് സ്ക്ലീറൻകൈമയാണ്. സ്ക്ലീറൻകൈമ കേട്ട് കഴിഞ്ഞാൽ തന്നെ ആദ്യം ഓർമ്മ വരേണ്ടത് നമുക്ക് തേങ്ങയാണ്, ചിരട്ടയാണ്. ഓക്കെ, അപ്പോൾ ചിരട്ട നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ
കോക്കനട്ട് ഷെല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്ലീറൻകൈമ കൊണ്ടാണ്. ഓക്കെ, സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞ കല കൊണ്ടാണ്. അപ്പം നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കലകളാണ് എന്ത് പറയുന്നത്, കലയാണ് നമ്മൾ സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. നിർജീവമാണത്. ഓക്കെ, ചിരട്ടേനെ ആലോചിച്ചാൽ മതി, നിർജീവമാണത്. കട്ടി കൂടിയ കോശഭിത്തിയാണ്. ചിരട്ടേനെ തന്നെ ആലോചിക്കുക, കട്ടി കൂടിയ കോശഭിത്തി. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതിനാൽ സസ്യഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ദൃഢതയും താങ്ങും നൽകുന്നു. ഊഹിക്കാമല്ലോ ചിരട്ട, അപ്പോൾ ദൃഢത ആൻഡ് താങ്ങ്. അപ്പോൾ എളുപ്പത്തിന് പഠിക്കാൻ വേണ്ടി പറഞ്ഞാണേ. ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകളെ നമ്മൾ ലളിത കലകൾ എന്നറിയപ്പെടുന്നു. ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകളാണ് എന്ന് പറയുന്നത് ലളിത കലകൾ എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകൾ ലളിത കലകൾ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നിവയൊക്കെ എന്താണ്, ലളിത കലകളാണ്. ഓക്കെ, ലളിത കലകൾക്ക് ഉദാഹരണമാണ് പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. അതെന്താണ്, ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകളാണ്. ഓക്കെ, ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകളാണ് ലളിത കലകൾ. ഇനി അടുത്ത് നൽകുന്നത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ചിത്രമാണ്. ഓക്കെ, വ്യത്യസ്ത ആകൃതിയും വലുപ്പമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് സൈലവും ഫ്ലോയവും. അല്ലെ, വളരെ വ്യത്യസ്തമാണ് ഇവര്. അതിനാൽ ഇവയെ സങ്കീർണ കലകൾ എന്ന് പറയുന്നു. ഓക്കെ, ഇവയെ എന്ത് പറയുന്നു, സങ്കീർണ കലകൾ എന്ന് പറയുന്നു. ഇലകളിലേക്കുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയും ഇലകൾക്ക് നിർമ്മിക്കുന്ന ആഹാരത്തെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് ഫ്ലോയം കലകൾ വഴിയുമാണ്. ഓക്കെ, അപ്പോൾ സൈലം, ഫ്ലോയം എന്തിനുദാഹരണമാണ്, സങ്കീർണ കലകൾക്ക് ഉദാഹരണമാണ്. സൈലവും ഫ്ലോയും സങ്കീർണ കലകൾക്ക് ഉദാഹരണമാണ്. അവയ്ക്ക് വ്യത്യസ്ത ആകൃതിയും വ്യത്യസ്ത വലുപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് സൈലവും ഫ്ലോയവും. അതുകൊണ്ട് അവ സങ്കീർണ കലകൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ സൈലം എന്ന് പറയുന്നത് ജലം, ലവണങ്ങൾ സംവഹിക്കുന്നതും, അതുപോലെ തന്നെ ഫ്ലോയം എന്ന് പറയുന്നത് ഇലകൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കലയാണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഇനി കലകൾ സവിശേഷ ധർമ്മമുണ്ട്, നമ്മൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞു, ഇനി നമുക്കത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അടുത്തത് മെരിസ്റ്റമിക് കലകളാണ് പറയുന്നത്. മെരിസ്റ്റമിക് കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമായവയാണ് മെരിസ്റ്റമിക് കലകൾ. എന്താണ്, നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ളവയാണ് മെരിസ്റ്റമിക് കലകൾ എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമിക് കോശങ്ങളാണ്. ഓക്കെ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം എന്താണ്, മെരിസ്റ്റമിക് കോശങ്ങളാണ് സസ്യ വളർച്ചയ്ക്ക് കാരണം. അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മെരിസ്റ്റമിക് കലയുടെ കോശത്തിന്റെ ഒരു ചിത്രമാണ്. നിറയെ കോശദ്രവ്യം ഉണ്ടാവും, വലിയ മർമ്മം ഉണ്ടായിരിക്കും, നേരിയ കോശഭിത്തിയായിരിക്കും അതിനുണ്ടായിരിക്കുക. ഇനി വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, വേരിന്റെയും കാണ്ഡത്തിന്റെയും. ഓക്കെ, ഇത് കാണ്ഡം, ഓക്കെ, ഇത് വേര്. ഓക്കെ, ഇതിൻ്റെയൊക്കെ അറ്റത്ത് കാണപ്പെടുന്നതാണ് എന്ത് പറയുന്നത്, അഗ്രമെരിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്, അഗ്രമെരിസ്റ്റം. അതുപോലെ തന്നെ ഇവയ്ക്ക് ഇടയ്ക്ക് കാണപ്പെടുന്നത്, അതായത് വശങ്ങളിൽ കാണപ്പെടുന്നവയാണ് പാർശ്വമെരിസ്റ്റം. വശങ്ങളിൽ കാണുന്നവ എന്താണ്, പാർശ്വമെരിസ്റ്റമാണ്. ഇവിടെ കാണപ്പെടുന്ന എന്താണ്, പാർശ്വമെരിസ്റ്റമാണ്. ഏകബീജപത്ര സസ്യങ്ങളിൽ രണ്ട് പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. ഓക്കെ, എവിടെയാണ് കാണപ്പെടുക, ഏകബീജപത്ര സസ്യങ്ങളിൽ രണ്ട് പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. രണ്ട് പർവ്വങ്ങൾക്കിടയിൽ കാണപ്പെടുന്നതാണ് എന്ത് പറയുന്നത്, പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്. അത് ഏകബീജപത്ര സസ്യങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ മുള പോലുള്ള സസ്യങ്ങളിൽ കാണ്ഡം വണ്ണം വെക്കുന്നില്ല. കാരണം എന്ത്, അവിടെ എന്തുണ്ട്, പർവാന്തര മെരിസ്റ്റം കാണപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവയ്ക്കുന്നില്ല, വണ്ണം വെക്കുന്നില്ല. അപ്പൊ നമുക്ക് ഏകബീജപത്ര സസ്യത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കാം. നെല്ല്, തെങ്ങ്, കവുങ്ങ്, ഇവയൊക്കെ എന്താണ്, അല്ലെ, ഇവയ്ക്ക് കാണ്ഡം വണ്ണം വെക്കുന്നില്ല. മുള പോലുള്ള സസ്യങ്ങൾ പറഞ്ഞു, ഏകബീജപത്ര സസ്യങ്ങളിൽ നമുക്ക് എന്തില്ല, വണ്ണം വെക്കുന്നത് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏകബീജപത്ര സസ്യങ്ങളിൽ കാണപ്പെടുന്നത് പർവാന്തര മെരിസ്റ്റമാണ്. നെല്ല്, തെങ്ങ്, കവുങ്ങിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇവയുടെ വിത്ത് മുളയ്ക്കുമ്പോൾ ഈ വിത്തിന്റെ പുറം ഭാഗത്ത്, മുളച്ചിട്ടുള്ള ഈ ഭാഗത്തിന് എന്തുണ്ടായിരിക്കും, പുറത്തെ ഭാഗത്തിന് കട്ടി കൂടുതലും ഉള്ളിലുള്ളതിന് കട്ടി കുറവുമായിരിക്കും.
ഓക്കെ, അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏകബീജപത്ര സസ്യങ്ങളായിട്ടുള്ള നെല്ല്, തെങ്ങ്, കവുങ്ങ്, മുള പോലുള്ള സസ്യങ്ങളിൽ കാണ്ഡം വണ്ണം വെക്കാതിരിക്കാൻ കാരണം പർവാന്തര മെരിസ്റ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തത് വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങളാണ് സ്ഥിരകലകൾ. എന്താണ് വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങൾ? കോശ സമൂഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കലകളാണല്ലേ, കലകളാണ്, കോശകലകൾ. ഓക്കെ, അപ്പോൾ വിഭജനശേഷി നഷ്ടപ്പെട്ട കോശകലകൾ ഉള്ളതാണ് സ്ഥിരകല എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? സ്ഥിരകല. എന്താണ്? സ്ഥിരകലയാണ്. വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങളെ നമ്മൾ സ്ഥിരകല എന്ന് അറിയപ്പെടുന്നു. പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ, സൈലം, ഫ്ലോയം എന്നിവ സ്ഥിരകലകൾക്ക് ഉദാഹരണമാണ്. ഇവയ്ക്ക് എന്ത് ചെയ്യില്ല? വിഭജിക്കാൻ കഴിയില്ല. ഇവയ്ക്ക് എന്താണ്? വിഭജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങളാണ് സ്ഥിരകലകൾ എന്നറിയപ്പെടുന്നത്. പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ, സൈലം, ഫ്ലോയം എന്നിവ സ്ഥിരകലകൾക്ക് ഉദാഹരണമാണ്. ഇപ്പൊ മെരിസ്റ്റമിക് കലകൾക്ക് ഉദാഹരണമാണ് അഗ്രമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം, പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? പാർശ്വമെരിസ്റ്റം. ഓക്കെ, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. അടുത്ത ലളിതകലകൾ എന്ന് പറയുന്നതിന് ഉദാഹരണമായിരുന്നു നമ്മൾ പറഞ്ഞ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അതുപോലെ തന്നെ സ്ഥിരകലകൾക്ക് ഉദാഹരണമായിട്ടുള്ള സങ്കീർണകലയും എന്താണ്? സ്ഥിരകലയാണ്. അതിനും വിഭജിക്കുന്ന ശേഷി ഇല്ലാത്ത കോശ സമൂഹമാണ്. ഫ്ലോയം ഉണ്ട്, ഇത് സൈലം. ഓക്കെ, നെക്സ്റ്റ് ജന്തുകോശമാണ്. ജന്തുകോശത്തിൽ കാണപ്പെടുന്നത് ഇത് നമ്മുടെ കോശസ്തരമാണ്. കോശസ്തരം, കോശദ്രവ്യം കാണുന്നുണ്ട്, അതുപോലെ ന്യൂക്ലിയസ് കാണുന്നുണ്ട്, അന്തർദ്രവ്യ ജാലിക കാണുന്നുണ്ട്, അന്തർദ്രവ്യ ജാലിക. ഇനി സെൻട്രിയോള് കാണുന്നുണ്ട്. കോശവിഭജനത്തിന് സഹായിക്കുന്നത് സെൻട്രിയോളാണ്. ഇത് നമ്മുടെ ജന്തുകോശാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി വസ്തുക്കൾ. അടുത്തത് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഓക്കെ, മൈറ്റോകോൺട്രിയ. അപ്പോൾ നമ്മൾ സസ്യശരീരവും ജന്തു ശരീരത്തിൽ കോശങ്ങൾ എടുത്തു കഴിഞ്ഞു വെച്ചാൽ നമ്മൾക്ക് സസ്യകോശത്തിൽ എന്ത് കാണാൻ കഴിയും? കോശഭിത്തി കാണാൻ കഴിയുന്നുണ്ട്. കോശഭിത്തിനെ കാണാൻ കഴിയും സസ്യശരീരത്തിൽ. അതുപോലെ തന്നെ വലിയ ഫേനത്തെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താണ്? അത്രയുണ്ട്. എന്നാൽ അതേസമയം ജന്തുകോശത്തിൽ വന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് കോശഭിത്തിയോ ഫേനത്തിനെയോ കാണാം. അതുപോലെ തന്നെ ഹരിതകണം കാണപ്പെടുന്നത് എവിടെയാണ്? സസ്യകോശത്തിലാണ്. ജന്തുകോശത്തിൽ കോശഭിത്തിയോ ഫേനോ ഹരിതകണോ ഒന്നുമില്ല. അതിന് പകരം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ സെൻട്രിയോള് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സെൻട്രിയോള് കോശവിഭജനത്തിന് സഹായിക്കുന്നു. ഓക്കെ, സെൻട്രലിൽ അല്ലേ നമ്മൾ മുറിക്കാന്ന് ആലോചിക്കുക, അങ്ങനെയെങ്കിലും ആലോചിക്കുക. സെൻട്രിയോള് കോശവിഭജിക്കാൻ വേണ്ടിയിട്ട്, കോശവിഭജനത്തിന് സഹായിക്കുന്നു. അടുത്തത് ലൈസോസോമാണ്. ലൈസോസോം എന്ന് പറയുന്നത് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. ഓക്കെ, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നതാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഓക്കെ, ലൈസോസോം എന്ന് പറയുന്ന കോശാംഗം. ഓക്കെ, സെൻട്രിയോൾ എന്ന് പറയുന്ന കോശാംഗം ചെയ്യുന്നത് കോശവിഭജനത്തിന് സഹായിക്കുന്നു. ലൈസോസോം അന്യവസ്തുക്കൾ നൽകുന്നു. ബാക്കിയെല്ലാം അന്തർദ്രവ്യജാലിക, ഗോൾഗി വസ്തുക്കൾ, മൈറ്റോകോൺട്രിയൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ധർമ്മം. ഓക്കെ, ഇനി ഇവിടെ പറയുന്നുണ്ട് വ്യത്യസ്തമാണ്. കോശഭിത്തി സസ്യകോശത്തിൽ കാണപ്പെടുന്നു, ജന്തുകോശത്തിൽ കാണപ്പെടുന്നില്ല. കോശഭിത്തി എന്തിനാ? അതിന്റെ ധർമ്മം എന്താണ്? അതിന്റെ ആകൃതി നിലനിർത്താനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ്. ആകൃതിയും സംരക്ഷണമാണ് സസ്യകോശങ്ങൾ ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് സെൻട്രിയോളാണ്. സെൻട്രിയോൾ പറഞ്ഞാൽ സെന്ററിൽ കാണുന്നത്, അതായത് സസ്യകോശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ജന്തുകോശത്തിലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ സെൻട്രലായിട്ട് മുറിക്കുന്നു പറഞ്ഞു, അതായത് കോശവിഭജനത്തിന് സഹായിക്കുന്നു. ഓക്കെ, കോശവിഭജനത്തിന് സഹായിക്കുന്നു. അടുത്തത് ജൈവകണങ്ങളാണ്. സസ്യകോശത്തിൽ കാണുന്നു, ജന്തുകോശത്തിൽ കാണപ്പെടുന്നില്ല. ജൈവകണങ്ങൾ എന്ന് പറയുന്നത് അതിന് ആഹാരം സ്റ്റോർ ചെയ്യാനൊക്കെയാണ് സഹായിക്കുന്നത്. ആഹാരം സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ലൈസോസോമാണ്. ലൈസോസോം എന്ന് പറയുന്നത് സസ്യകോശത്തിൽ കാണുന്നില്ല, ജന്തുകോശത്തിൽ കാണുന്നു. ലൈസോസോം പറയുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ, കോശത്തിനകത്ത് കഴിയുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലൈസോസോം എന്ന് പറയുന്നത്.
ഇനി അടുത്തത് ആവരണകലയാണ്. ആവരണകല എന്ന് പറയുന്നത് ഓക്കെ ജന്തുകലകളിൽ പെട്ടതാണ് ആവരണകല, സംയോജക കല, പേശികല, നാഡീകല. ഓക്കെ ജന്തുകലകളാണ് ഇവ. അപ്പൊ ആവരണ കലകൾ നോക്കുകയാണെങ്കിൽ ആവരണം അല്ലെ പുറമേ ഉള്ളതാണ് ആവരണം. അതായത് ശരീരത്തിന്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ ആവരണ കലയാണ്. ഓക്കെ ശരീരത്തിന്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആവരണകല. അപ്പൊ ആവരണകല എന്ന് പറയുന്നത് ശരീരത്തിന്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അതുപോലെ വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് സംയോജക കലയാണ്. സംയോജക കലകൾക്ക് ഉദാഹരണമാണ് അസ്ഥി, രക്തം, നാരുകല. അപ്പോൾ ഇവയ്ക്ക് എന്താണ് സംയോജക കലയ്ക്ക് ഉദാഹരണമാണ്. അതായത് വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓക്കെ ഇനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നതാണ് നമ്മുടെ സംയോജക കല ചെയ്യുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? താങ്ങ് നൽകുന്നു. അസ്ഥി, രക്തം, നാരുകല എന്നൊക്കെ ആലോചിച്ചാൽ തന്നെ കിട്ടും. അതൊക്കെ സംയോജക കലയ്ക്ക് ഉദാഹരണമാണ്. വിവിധ ഭാഗങ്ങൾക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുകയാണ് ചെയ്യുന്നത്. അടുത്തത് പേശീകലയാണ്. ശരീര ചലനത്തെ സഹായിക്കുന്നത് എന്താണ്? പേശീകലയാണ്. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ പേശീകല. ഇങ്ങനെയാണ് സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിയുന്ന കോശങ്ങളാൽ നിർമ്മിതമാണ് പേശീകല. ഇനി നാഡീകലയാണ്. നാഡീകല എന്ന് പറയുന്നത് സന്ദേശവിനിമയം അല്ലെ ഉദ്ദീപനമൊക്കെ അല്ലെ സന്ദേശവിനിമയം സാധ്യമാക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകല. സന്ദേശവിനിമയം സാധ്യമാക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലയാണ്. ഇനി വിത്തുകോശങ്ങളാണ്. വിത്തുകോശം, നാഡീകോശം, രക്തകോശം, ആവരണകോശം, പേശികോശം ഒക്കെ എന്താണ്? വിത്തുകോശങ്ങളാണ്. അപ്പൊ പേശികോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങൾ എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ്? പേശികോശങ്ങള്, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധതരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളെ നമ്മൾ വിത്തുകോശങ്ങൾ എന്ന് പറയുന്നു. അതായത് ഈ വിത്തുകോശത്തിന് എന്തായി മാറാൻ കഴിയും? നാഡീകോശത്തിന്റെ ഒരു ഭാഗമായി മാറാൻ കഴിയും. അതുപോലെ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ രക്തകോശം ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവരണകോശമായി മാറാം വിത്തുകോശത്തെ എടുത്തിട്ട്. അതുപോലെ പേശികോശാക്കി മാറ്റാൻ കഴിയും നമ്മുടെ വിത്തുകോശത്തെ. അതായത് പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനാൽ അവയെ ശരീരത്തിന്റെ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്നു. എന്താണ്? ശരീരത്തിന്റെ മാസ്റ്റർ കോശങ്ങൾ എന്നറിയപ്പെടുന്നത് വിത്തുകോശങ്ങളാണ്. ഓക്കെ അവയ്ക്ക് എന്ത് കഴിയും? പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. നാഡീകോശമായി മാറാൻ കഴിയും, രക്തകോശമാക്കാം, ആവരണകോശമായി മാറും, പേശികോശമായി മാറാനൊക്കെ വിത്തുകോശങ്ങൾ സഹായിക്കുന്നു. അതായത് ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണങ്ങാനും വിത്തുകോശങ്ങൾ സഹായിക്കുന്നു. ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണക്കാനും വിത്തുകോശങ്ങൾ സഹായിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിത്തുകോശങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, പിന്നെ ഹൃദ്രോഗങ്ങൾ, പിന്നെ രക്താർബുദം, ഇവിടെയൊക്കെ നമുക്ക് ഈ വിത്തുകോശങ്ങളുടെ സഹായത്തോടു കൂടി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള എത്ര ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ജീവജാലങ്ങളിൽ ഒട്ടേറെ സാമ്യതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്നുള്ളതാണ്. ജീവജാലങ്ങളിലെ ഈ പൊതു സവിശേഷതകൾ നമ്മെ നയിക്കുന്നത് ജീവന്റെ അടിസ്ഥാനം ഒന്നാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. അപ്പൊ ജീവന്റെ അടിസ്ഥാന ഘടകം എന്താണ്? കോശമാണ്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം. ഓക്കെ നെക്സ്റ്റ് വിലയിരുത്താം ചാപ്റ്ററിലെ ഇതാണ്. ഓക്കെ അതിൽ കോമ്പൗണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പദജോടി ബന്ധം കണ്ടെത്തി വിട്ട ഭാഗം പൂരിപ്പിക്കാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ദൃശ്യപ്രകാശം, ഇലക്ട്രോൺ കിരണാവലി നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അടുത്തത് സസ്യകോശം, യൂക്കാരിയോട്ട്, ജന്തുകോശം, പ്രോകാരിയോട്ട്.
അന്തർദ്രവ്യ ജാലിക കോശദ്രവ്യത്തിലെ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് അന്തർദ്രവ്യ ജാലികയാണ്. ഊർജത്തിന്റെ സംഭരണ വിതരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ. ഓക്കെ. അടുത്തത് സസ്യകോശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെരഞ്ഞെടുക്കൂ എന്നാണ്. സെൻട്രോസോം കാണപ്പെടുന്നു? ഇല്ല. അതെവിടെ കാണുന്നത്? ജന്തുകോശത്തിലാണ്. പ്ലാസ്മസ്തരം കാണപ്പെടുന്നില്ല? പ്ലാസ്മസ്തരം കാണപ്പെടുന്നുണ്ട്. ഓക്കെ. ജൈവകണങ്ങൾ കാണപ്പെടുന്നു. താരതമ്യ വലിയ ഫേനം ഉണ്ടായിരിക്കും. ഇനി ചില കോശാംഗങ്ങളെ സംബന്ധിക്കുന്ന പട്ടിക നൽകിയിരുന്നു, പൂർത്തിയാക്കാനാണ്. പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ എന്നിവ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ സഹായിക്കുന്നത്. ഓക്കെ. പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ എന്നിവ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സഹായിക്കുന്നത് ആരാണ്? ഗോൾഗി വസ്തുക്കളാണ്. ഓക്കെ, ഗോൾഗി വസ്തുക്കൾ. ഇനി സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വർണ്ണവസ്തു അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വർണ്ണവസ്തു അടങ്ങിയതാണ് ഹരിതകണം. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം ഏതാണ്? റൈബോസോം. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന കോശാംഗം റൈബോസോം ആണ്. അന്നജം, എണ്ണ, പ്രോട്ടീൻ സംഭരിക്കുന്നു. ഏതാണ്? ശ്വേതകണമാണ്. ഓക്കെ.